മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളിൽ നിങ്ങളെത്താൻ. നമസ്കാരം. ഇന്ന് ജനുവരി 16, ആശാൻ ചരമദിനം. ഈ അവസരത്തിൽ ആശാൻ മലയാള സാഹിത്യത്തിന് നൽകിയ സംഭാവനകളെ ഒന്ന് വിലയിരുത്താം. കുമാരനാശാനും മലയാള കവിതയും. മലയാളത്തിന് ഏറ്റവും മികച്ച കൃതികൾ ഒരു ചെറിയ കാലം കൊണ്ട് തന്നെ നൽകി മാഞ്ഞുപോയ മഹാകവിയാണ് കുമാരനാശാൻ. 1873 കായിക്കരയിൽ ജനിച്ചു. കുമാരു 8 വയസ്സായപ്പോഴേക്കും ശ്രീകൃഷ്ണവിലാസം സംസ്കൃതം മുഴുവൻ പഠിച്ചു. പിന്നീട് കായ്ക്കരയിലെ വിദ്യാലയത്തിൽ പഠിച്ച് അവിടെ തന്നെ ആശാനായി. ശേഷം ജോലി രാജിവെച്ച് വീണ്ടും സംസ്കൃതം പഠിക്കാൻ പോയി. ഇക്കാലത്ത് തന്നെ കവിതകൾ എഴുതാൻ തുടങ്ങിയിരുന്നു. അവ ശൃംഗാര കവിതകളായിരുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിനായി ബാംഗ്ലൂരിലേക്കും തുടർന്ന് മദ്രാസിലേക്കും കൊൽക്കത്തയിലേക്കും പോയി. അവിടെ വെച്ച് ടാഗോറിന്റെ കൃതികളെ പരിചയപ്പെടാനും വിവേകാനന്ദൻ, രാജാറാം മോഹൻ റോയ് എന്നിവരെ കാണാനും സാധിച്ചു. ബംഗാളിൽ നിന്നും രവീന്ദ്രാദി കവികളെയും ആത്മാവിലേക്ക് ആവാഹിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇനി നമുക്ക് ആശാന് മുൻപുള്ള മലയാള സാഹിത്യം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. വെൺമണി പ്രസ്ഥാനത്തിന്റെ ഹാസ്യത്തിലും ശൃംഗാരത്തിലും മനം മടുത്തിരിക്കുകയായിരുന്നു ആസ്വാദകർ. അതിൽ നിന്നും വിലപ്പെട്ട കണ്ണീരിലേക്കും സ്നേഹത്തിലേക്കും തിരിച്ചുവിട്ട് മലയാള കവിതയുടെ പുഴയൊഴുകും വഴി വേറെയാക്കി. എഴുത്തച്ഛൻ ഭക്തി കൊണ്ട് ചെയ്തത് ആശാൻ സ്നേഹം കൊണ്ട് ചെയ്തു. മണിപ്രവാള സംസ്കാരത്തിന്റെ ഇരുണ്ട കാലഘട്ടത്തിന് പിറകെ എഴുത്തച്ഛൻ കൊണ്ടുവന്ന ആത്മീക സന്ദേശത്തിന്റെ അവതാരം പോലെയാണ് വെൺമണി പ്രസ്ഥാനത്തിന്റെ പിൻപേയുള്ള കുമാരു കവിയുടെ അവതാരം. മാനുഷിക പരിഗണന പോലും ലഭിക്കാതെ മാടുകളെ പോലെ പണിയെടുപ്പിക്കുന്ന സവർണ മേധാവിത്വം, അന്ധവിശ്വാസം, അനാചാരം, നാടുവാഴിത്തം എന്നിവ ഒരു പരിധിവരെ ആശാന്റെ കാവ്യ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. ടാഗോർ, വിവേകാനന്ദൻ, രാജാറാം മോഹൻ റോയ് എന്നിവരിൽ നിന്ന് ലഭിച്ച അറിവും അവബോധവുമാണ് ആശാന്റെ കാവ്യജീവിതം. ഉത്തരമില്ലാത്ത നിരന്തരമായ ചോദ്യങ്ങളെ കൊണ്ട് വേട്ടയാടുന്ന ജീവിതമായിരുന്നു ആശാന്റേത്. ആ ജീവിതം ആശാനെ പലതും പഠിപ്പിച്ചു. അതാണ് തത്വചിന്താപരമായ കവിതകൾ രൂപപ്പെടാനുള്ള കാരണം. കവി പ്രതികൂല സാഹചര്യങ്ങളോട് ധീരമായി പോരാടി. ഈ ധൈര്യമാണ് മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് ആശാനെ കൊണ്ട് പറയിപ്പിച്ചത്. സർഗവാസന പ്രതിലോമങ്ങൾക്കെതിരെ ആയുധമാക്കണമെന്ന് ആദ്യം പറഞ്ഞത് ആശാനാണ്. ഇവിടെ ആശാന്റെ സാമൂഹ്യ വിപ്ലവ ബോധത്തിന്റെ മൂർച്ച കാണാൻ കഴിയും. ജീവിതത്തിന്റെ ത്യാഗം, സ്നേഹം, പ്രകൃതി സ്നേഹം എന്നിവയെല്ലാം ആശാൻ കവിതയിലൂടെ നമുക്ക് കാണാൻ കഴിയും. ആത്മീകവും സാമൂഹികവുമായിട്ടുള്ള കൃതികളാണ് ആശാന്റേത്. ശ്രീനാരായണ ഗുരുവിന്റെ കൂടെ ആശ്രമ ജീവിതത്തിൽ നിന്നും നേടിയെടുത്തതാണ് ആത്മീകപരമായ കൃതികൾ. ബാലരാമായണം, ശ്രീബുദ്ധചരിതം എന്നിവയെല്ലാം അതിൽ ഉൾപ്പെടുന്നു. ചണ്ടാല ഭിക്ഷുകി, ദുരവസ്ഥ എന്നിവ സാമൂഹ്യപരമായ കൃതികളാണ്. ആത്മീയ ജീവിതവും സാമൂഹിക ജീവിതവും കവി മനസ്സിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഇതിന്റെ പ്രതിഫലനമാണ് വീണപൂ മുതൽ കരുണ വരെയുള്ള കൃതികൾ. ഒരു സുന്ദരമായ പുഷ്പം പൊഴിഞ്ഞ് തറയിൽ വീണ് കിടക്കുന്നത് കണ്ടപ്പോഴുണ്ടായ വിഷാദത്തിൽ നിന്നും ഉടലെടുത്തതാണ് 1907 പ്രസിദ്ധീകരിച്ച വീണപൂവ് എന്ന കവിത. പ്രത്യാശയറ്റ് നിലാരംബരായ മനുഷ്യരെക്കുറിച്ച് വിലപിക്കുന്ന ഈ കാവ്യം ജനങ്ങൾ ഏറ്റെടുക്കുകയും പിന്നീട് ലോക പ്രശസ്തമാവുകയും ചെയ്തു. ലീല എന്ന കൃതിക്ക് ആധാരമായത് ലൈല മജ്നു എന്ന പേർഷ്യൻ കൃതിയാണ്. മരണത്തിന് പോലും വേർപെടുത്താനാവാത്ത ദിവ്യ പ്രണയമാണ് കവി ലീലയുടെയും മധുരന്റെയും പ്രണയത്തിലൂടെ വരച്ചു കാട്ടുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യവും സമത്വവും വിവാദങ്ങളും ചർച്ചകളുമൊക്കെയാവുന്ന ഇക്കാലത്ത് ഏറെ പ്രശസ്തമാണ് ആശാന്റെ സീതാകാവ്യം. ഈ കവിതയിൽ വിരഹദുഃഖം അനുഭവിക്കുന്ന സീതയെ അതിമനോഹരമായി വർണ്ണിച്ചിരിക്കുന്നു. മാപ്പിള ലഹളയുടെ പശ്ചാത്തലത്തിൽ രചിച്ച കാവ്യമാണ് ദുരവസ്ഥ. ജാതിശ്രേണിയുടെ രണ്ടറ്റങ്ങളിലുള്ള സാവിത്രി അന്തർജനത്തിന്റെയും ചാത്തന്റെയും അനുരാഗമാണ് ഇതിലൂടെ കവി വരച്ചു കാട്ടുന്നത്. വർഷങ്ങളായി സമൂഹത്തിൽ നിലനിന്നു പോന്ന അനാചാരങ്ങൾ സൃഷ്ടിച്ച ദുരവസ്ഥയാണ് കവി ഇതിലൂടെ വരച്ചു കാട്ടുന്നത്. ബുദ്ധദേവനെ കൊണ്ട് ജാതീയതയെ അപലപിക്കുന്നതാണ് ചണ്ടാല ഭിക്ഷുകി. ആശാന്റെ തത്വചിന്താപരമായ വീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ കാണുന്നത് പ്രരോധനത്തിലാണ്. വേശ്യസ്ത്രീക്ക് ബുദ്ധദേവനോട് തോന്നുന്ന അനുരാഗത്തിന്റെ കഥ പറയുന്ന കരുണയാണ് ആശാന്റെ അവസാനത്തെ കൃതി. സ്നേഹമാണ് ആശാൻ കൃതികളുടെ ഏറ്റവും വലിയ പ്രത്യേകത. സ്നേഹഗായകനായിരുന്നു ആശാൻ. നശ്വര ജീവിതത്തെ അനശ്വരമാക്കുന്നത് സ്നേഹമാണെന്നും അതിനെ എത്രമാത്രം വിശ്വാസവും വിശാലവുമാക്കുന്നുവോ അത്രമാത്രം മനുഷ്യൻ ധന്യമാകുന്നു. ഒരാദർശത്തിനു വേണ്ടി ജീവിക്കുകയും അതിനായി ആത്മത്യാഗം ചെയ്യുന്നവരുമാണ് ആശാന്റെ കഥാപാത്രങ്ങൾ. മോക്ഷത്തിനുപായമാകാൻ സ്നേഹത്തിന് കഴിയുമെന്ന് ആശാൻ വിശ്വസിച്ചു. ഒരിക്കലും സ്നേഹിക്കാതിരിക്കുന്നതിനേക്കാൾ ഭേദം സ്നേഹിച്ച് നഷ്ടപ്പെടുന്നതാണ്. ഇത് തന്നെയാണ് ആശാന്റെ തത്വവും. ഭക്തി, ഭാവഭദ്രത, ദാർശനികത്വം, സ്വാതന്ത്ര്യം എന്നിവ ആശാൻ കവിതകളുടെ പ്രത്യേകതകളാണ്. പ്രതിജന വിഭിന്ന വിചിത്രമായ മനുഷ്യജീവിതത്തിന്റെ ലൗകികവും ആത്മീയവുമായ ഗതിവിഗതികളിലായിരുന്നു ആശാന്റെ ശ്രദ്ധ. ഭാവഭദ്രതയാണ് കൃതികളുടെ മുഖമുദ്ര.
ഭാവപ്രാധാന്യം കൊണ്ട് മനുഷ്യജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് എത്തിച്ചേരുന്ന കൃതികളായിരുന്നു ആശാന്റേത്. ആശാനെ സ്നേഹഗായകനാക്കുന്നതിൽ ദാർശനികത്വത്തിന് പ്രധാന പങ്കുണ്ട്. അന്തർഗതങ്ങളെ ആവിഷ്കരിക്കാൻ കനം തൂങ്ങുന്ന ഭാഷയാണ് വേണ്ടത്. കാതുകളെ പ്രീണിപ്പിക്കുന്ന പദങ്ങളല്ല, കരളിൽ തറക്കുന്ന അർത്ഥപരമ്പരയാണ് ആശാന്റെ ഓരോ പദങ്ങളും. നിസ്സാരമായതിനെ വെറുതെ പരത്തി പറഞ്ഞില്ല. വാക്കുകളെ കൊണ്ട് ഒരാശയ ലോകം തന്നെ സൃഷ്ടിച്ചു കവി. മിക്കപ്പോഴും ദുഃഖത്തെ ഉപാസിച്ച കവിയാണ് അദ്ദേഹം. ആശാന്റെ കവിതകൾക്ക് ചിന്തയുടെ കനവും ദുഃഖത്തിന്റെ അടിയൊഴുക്കും ആത്മീയ പരിവേശവും വന്നതിങ്ങനെയാണ്. ഒളിഞ്ഞും തെളിഞ്ഞും വരുന്ന കാവ്യാനുഭൂതികളുടെ നീരുറവുകളാണവ. സാമൂഹ്യ സാമ്പത്തിക അടിമത്തം നിന്നിരുന്ന കാലത്ത് തനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞ ജീവിതാവബോധം ആവിഷ്കരിച്ച് മാനവ പുരോഗതിക്ക് നേതൃത്വം നൽകി. ഒരു ജനതയുടെ നവോത്ഥാനം ജീവിതത്തിലൂടെയും കവിതയിലൂടെയും സ്നേഹത്തിലൂടെയും എങ്ങനെ സാധിക്കുമെന്ന് ആശാൻ കവിതകളും അതിനുയരേകിയ ജീവിതവും നമ്മെ പഠിപ്പിക്കുന്നു. എഴുതാനുള്ള കുറെ കാവ്യങ്ങൾ ബാക്കി വെച്ച് ആശാൻ 1907 പല്ലനെയ്യാറ്റിന്റെ ആഴങ്ങളിലേക്ക് ആണ്ടുപോയി. നന്ദി, നമസ്കാരം.